Students, English Literature, Standard 6, Lesson 8, Marala Putubet is our text. This is the second part. I think about the last class, we are at here, 29th January. If you will have to stay here until we investigate their affair. What is the name? പെൺകുട്ടി ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആൺകുട്ടിയെ വേണം പെൺകുട്ടിയാണെന്ന് തെറ്റിപ്പോയി വന്നതാണ്. പക്ഷെ പെൺകുട്ടിക്ക് പോകാൻ മനസ്സില്ല. അതുകൊണ്ട് അവളെ എങ്ങനെയും അവിടെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് അവിടെ നിർത്താനും താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ രാത്രി ഇപ്പോൾ അവളെ പറഞ്ഞു വിടാൻ ഇന്ന് അവളെ അവിടെ സ്റ്റേ ചെയ്യിക്കാൻ പിറ്റേ ദിവസം ഇവിടെ പറഞ്ഞു വിടുവാനുമായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം അത് എന്താണ് അവൾ ആഗ്രഹിച്ചതെന്നും എന്താണ് നടന്നതെന്നൊക്കെ ഇവരോട് പറയുക. അതാണ് ഈ പാർട്ടിൽ കൊടുത്തത്. ഞങ്ങൾക്ക് വലിയൊരു പാർട്ടിയുണ്ട്. ഓക്കെ, എന്താണ് എൻ്റെ പേരെന്ന് പെൺകുട്ടിയോട് ചോദിച്ചു. അവൾ ആദ്യം പേര് പറയാൻ വിസമ്മതിച്ചു. കാരണം വെച്ചാൽ അവൾക്ക് ഇവരോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഇവളെ പറഞ്ഞുവിടാൻ പോവല്ലേ, ഇവിടെ നിൽക്കുന്നില്ലേ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞുവിടാൻ പോകുന്നതുകൊണ്ട് അവരുടെ പേര് ഒന്നും താല്പര്യം. The child hesitated for a moment. Will you please call me Cordelia? നിങ്ങളെന്നെ കോടില എന്ന് വിളിച്ചു. കോടിയും കോടില്ല കോടിയും കോടില്ല പിന്നെ കോടില വിളിച്ചോളാൻ നിങ്ങൾക്ക് കോടില എന്നല്ല എൻ്റെ പേര്. കോഡിലിയ കോഡിലിയ അല്ലേ എൻ്റെ പേര്. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി മൈ നെയിം. എൻ്റെ പേര് കോടില എന്നല്ല. ഐ വോണ്ട് ലവ് ടു ബി കോൾഡ് കോടില. പക്ഷെ കോടില എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടം. എല്ലാവരും എന്നെ കോടില കോടില വിളിക്കുന്ന ഇഷ്ടം. എൻ്റെ പേരതല്ല. ഇറ്റ് ഈസ് സച്ച് എ പെർഫെക്റ്റ്ലി ഏലിയൻ നെയിം. നല്ല ആദ്യത്തിലുള്ള പേര്. പേര് വീഡിയോ ഉണ്ടോ? ആദ്യത്തുള്ള പേര് അല്ലെങ്കിൽ കുട്ടപ്പൻ, കൊട്ടപ്പൻ, ഒറിഞ്ഞു ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒക്കെ പറഞ്ഞ ഒരു നേരെ വിളിച്ച് മാറ്റി തോമസ് അല്ലേ, കരുണാകരനായ പീതാംബരൻ കുറുപ്പ് കണ്ടോ. അപ്പോൾ ഒരു ആട്ടിത്യമുള്ള പേരാണ്. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടം എല്ലാവരും എന്നെ വിളിക്കുന്നത് കോടില എന്ന് വിളിക്കുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഓൺ എർത്ത് യു മീൻ. കോടില ഇച്ചിരി കോടില നിങ്ങളുടെ ആണോ? നോ, എൻ്റെ പേര് ആനി ഷാർലി. ആനി ഷെർലി. ആനി ഷെർലി എൻ്റെ പേര്. എനിക്കറിയില്ല, എനിക്ക് കോടില. Relatively fighting for the corner of the name. Oh, please call me Cordelia. I can't manage my sheep to what he called me if I am only going to hear a little while. Can Annie such an unromantic name? Oh, നിങ്ങൾ എന്നെ വിളിക്കാറില്ല. ഞാൻ ഏതാനും സമയം വിളിക്കും എന്നെ പറഞ്ഞിടാൻ പോകല്ലേ. അവിടെ നിങ്ങൾ എന്നെ വിളിക്കും. എൻ്റെ പേര് എനിക്ക് കോടില ഇഷ്ടം. Very well, then I will spend with me. Can you tell us how this mistake came to be made? We sent for to Mr. Specs to bring us a boy. Where they are over in the side of silent on it. Even the asylum. Why did the silent? Ye minute. Silent on it. Agadile party in the Monday. Apaya Kam silent. Then Namadipa. ബംഗ്ലാദേശിൽ ഒത്തിരി പേര് ഇന്ത്യയിലുണ്ട്, അഭയാർത്ഥികളായിട്ട് താമസിക്കുന്നത്. രോഹിംഗ്യൻ എന്ന് പറയുന്ന കുറെ മുസ്ലിങ്ങൾ മ്യാൻമറിൽ നിന്ന് ബംഗാളിൽ നിൽക്കുന്നുണ്ട്. അവരവിടെ താമസിക്കുന്നുണ്ട്. അതുപോലെ ടിബറ്റിലെ ദലൈലാമ അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. ദലൈലാമ താമസിക്കുന്ന ഇന്ത്യയിലാണ്. അന്ന് ചൈന ഒഴിയും. അപ്പൊ അങ്ങനെ ഈ ഒരു രാജ്യത്ത് എന്തെങ്കിലും ജീവൻ ഭീഷണിയുടെ നമ്മൾ അടുത്ത രാജ്യത്തെ അഭയം പ്രാപിക്കുമ്പോൾ അവർ നമ്മളെ സൈലമായിട്ട് സ്വീകരിക്കും. സൈലം മനസ്സിലായി. ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടെ പോകാനായിട്ടുള്ള ആദ്യത്തെ വിസ നിഷേധിച്ചു ഇവിടുത്തെ എംബസി. അപ്പോൾ ഞാൻ സൈലം സീക്കർ അസോസിയേഷനിൽ ഫീസ് കൊടുത്തു. രാജ്യത്തിൻ്റെ എനിക്ക് വിസ കിട്ടണം. അപ്പോൾ എനിക്ക് വേണ്ടി വക്കീലൊക്കെ സൈലം സീക്കർ ഹാജരായി. എനിക്ക് പൈസ കൊടുക്കണം. എന്തായാലും ഞാൻ പറഞ്ഞു ഈ സാമ്പത്തികം ഇല്ലാത്തതാണ്, എനിക്ക് തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ യോഗ്യന കാരണം ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ എൻ്റെ പേരിൽ അവർ പറഞ്ഞായിരുന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരത്തില്ല, ഞാൻ കള്ള
സമാധാനമാണ്, ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരച്ഛനായ രീതിയിൽ എന്നെ കളിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേസ് കൊടുത്തു. അപ്പോൾ ആ കേസ് ഹൈക്കോടതിയിൽ ബർമിംഗ്ഹാം ബെഞ്ചിൽ 6 മാസം കൊണ്ട് നീതി വന്നത് എനിക്ക് നിങ്ങളുടെ ഗവൺമെൻറ് തീരുമാനം തെറ്റാണ്, ഒരു വാദം എടുക്കുന്നത് പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എൻ്റെ പഠനമൊക്കെ ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഒക്കെ പഠിച്ച എനിക്ക് ഇംഗ്ലീഷ് ചെയ്യാൻ കാരണം പറഞ്ഞു. അപ്പോൾ ജഡ്ജി ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എടുത്ത യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുന്നില്ല. ആ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു. അത് ഗവൺമെൻറ് ഒരു തെറ്റാണ്, അത് രക്ഷപ്പെടുത്താം. അപ്പോൾ പിന്നെ മദ്രാസ് എംബസിയിലെ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ യു സബ്മിറ്റ് യുവർ പാസ്പോർട്ട്, ഐ ഓഫർ വിസ ബിക്കോസ് ദ കോർട്ട് ഈസ് ഓർഡർ വന്നാൽ ഞാൻ പാസ്പോർട്ട് കൊടുത്ത് വിസ എക്സ്റ്റാൻഡ് ചെയ്തു. ഒന്നും അവരെ നേരിട്ട് കാണാനായിട്ട് അവരെ അവസരം തന്നില്ല. അവർക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു, മാം ഷാൽ ഐ കം ടു മീറ്റ് യു? നോ നോ, യു നോട്ട് കം ടു മീറ്റ് യു, യു ജസ്റ്റ് ഓൺലി യു റെഫർ യുവർ പാസ്പോർട്ട് ടു ദി VFS and I will give you visa. നമ്മൾ ഓക്കെ മാം. കാരണം അവരെൻ്റെ 30 ഇന്റർവ്യൂ ചെയ്തതാണ്. എല്ലാ തലത്തിലും ചോദിച്ചതിന് ഒത്തിരി പഠിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ ആൻസറുകളൊക്കെ പിഴവുണ്ടെന്ന് പറഞ്ഞാൽ അവരെനിക്കെതിരെ നടപടി. ഞാൻ അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി ഞാൻ കോടതി ജഡ്ജിയോട് ആവശ്യപ്പെട്ടു. എന്നെ ഇന്റർവ്യൂ ചെയ്ത കേക്ക് ഓഡിയോ വിശ്വസിച്ചു അതുകൊണ്ട് എത്താൻ പറ്റും. അപ്പം ഇങ്ങോട്ട് എത്തിച്ചു. കഴിഞ്ഞപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയുന്നതും എല്ലാം ഇതിനകത്തുണ്ടാകും. അതെല്ലാം പരിശോധിച്ച് ഒരു തെറ്റിയിരുന്നു. കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിയിലാണ് സാറ് പറഞ്ഞത്. അങ്ങനെ അവർ തോന്നി. അപ്പം അവർക്ക് അതൊരു ശീലമായി. ഒരു ദിവസം സാറിന് പറഞ്ഞു ഞാൻ 15 ദിവസം കൊണ്ടുപോയി. അപ്പം അതുകൊണ്ടാണ് ഇതാണ് ഈ സൈലം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ശ്രദ്ധിക്കും. അപ്പം അങ്ങനെ എഴുതുന്നുണ്ട് എല്ലാ രാജ്യത്തും സൈലം സീക്കർ, പിന്നെ അഭയാർത്ഥികൾ. അവർക്ക് ഒരുപാട് എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ബ്രിട്ടനൊക്കെ ഒത്തിരി അഭയാർത്ഥികളാണെങ്കിൽ ഒരുപാട് സഹായങ്ങളൊക്കെ തരും അവർക്ക് കാര്യത്തിൽ. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് ഉള്ള കാര്യമാണ്. അപ്പം അഭയാർത്ഥിക്കാണ് സൈലം. അപ്പം അഗതികളായിട്ടുള്ള അല്ലെങ്കിൽ പേരൻസ് ഇല്ലാത്ത പിള്ളേരൊക്കെ നമുക്കറിയാം. അഗതി മന്ദിരം, അഗതി മന്ദിരം എന്താണ്? അഗതികൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാത്തവർ എന്നുള്ള ഇതാണ് അഗതികൾ. അഗതി എന്നുള്ള വാക്കിനർത്ഥം അപ്പനും ഇല്ലാത്ത മക്കൾ അവരെ നോക്കുന്ന സ്ഥലം. അതാണത് ഓർഫോം എന്ന് പറയുന്നത്. പിന്നെ പാവപ്പെട്ടവരുണ്ട്, അത് മക്കളില്ലാത്തവരുണ്ട്. നേരെ കുറിച്ച് അഗതി എന്ന് പറയുന്നത് അപ്പനും അമ്മയും ഇല്ലാത്ത ഓർഫനേജ്, ഓർഫൻസ്, അവരെ നോക്കുന്ന സ്ഥലമാണ്. Well, there is no need to you can't അപ്പത്തേക്ക് പറഞ്ഞു ഇത് സ്പെൻസർ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു. അപ്പത്തേക്ക് പറഞ്ഞു ഓ യെസ് there was an abundance of them. ഇഷ്ടംപോലെ ആൺകുട്ടി നിങ്ങളുടെ സൈഡിലുണ്ട്. ആൺകുട്ടി ഇല്ലാതിട്ടൊന്നും അല്ല എന്നെ കൊണ്ട് വിട്ടത്. പിന്നെ എന്നാന്നറിയാവോ? മിസ്റ്റർ സ്പെൻസർ said distinctly that you wanted a girl about 11 years old. അഗ്നിമന്ദിരത്തെ നടത്തിപ്രകാരം സ്പെൻസർ പറഞ്ഞു നിങ്ങൾ 11 വയസ്സ് ഉള്ള പെൺകൊച്ചിനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 11 വയസ്സ് ഇങ്ങോട്ടേക്ക് വിട്ടത്. നിങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആരുടെ മേട്ടൻ സൈഡ് അതിന്റെ മേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടു. യു ഡോണ്ട് നോ ഹൗ ഡിലൈറ്റഡ് ഐ വാസ്. ഐ വാസ് റിയലി ഫോർ ലാസ്റ്റ് ഡേ. എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. നിങ്ങളെ പോലെ ഒരു വലിയ വീട്ടിൽ നിന്ന് താമസിക്കാനായിട്ട് ആ ഒരുപാട് പിള്ളേരുണ്ട്. ഞാനിവിടെ നിങ്ങളെ പോലെ വലിയ വീട്ടിൽ ഒന്ന് താമസിക്കാനുള്ളത് എന്നെ വലിയ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വേണ്ട പറയുമ്പോൾ ഞാൻ സന്തോഷിച്ചു. അന്നത്തെ രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. നാളെ മുതൽ വലിയൊരു സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കിന്ന് നേരെ പറഞ്ഞത്. ആ സൗഭാഗ്യം എന്തായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോട് കിടക്കും. ഞാൻ ഇന്നലെ കടലിനകത്ത് ഉറങ്ങിയിട്ട് നീ വേണ്ട പോയിട്ട് സത്യത്തിൽ ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങൾക്ക് ഫാമിനെ മാറ്റി സഹായിക്കാൻ വേണ്ടി ഒരു ആൺകുട്ടി വേണം. നിങ്ങൾക്കൊരു പെൺകുട്ടിയെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നീ നിന്റെ കാര്യം വിളിക്ക്. ആ കാര്യം വിളിച്ച് ഓൺ ഈ ടുക്ക് ഓഫ്
had weekly. Matthew came back presently and they sat down to supper. അത്താഴത്തിന് പോയി സപ്പറിന് അത്താഴം. And he could not eat in vain. She nibbled at the bread and butter, pecked at the crab, apple preserve. അവൾ ബ്രെഡ് പെട്ടോട്ട് അവളെ തൊട്ടുപോലും നോക്കിയില്ല. നല്ല ഗിരിച്ചുള്ള ഗ്ലാസ്സിൽ പാത്രത്തിൽ അവൾക്ക് ഇതൊക്കെ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു. അവളൊന്നും മേടിച്ചു. യുവാ നീ ഒന്നും കഴിക്കുന്നില്ലേ? മാറ്റി ചോദിച്ചു. Being here, it was a serious doubt coming, and he said, "I'm going to have to despair." Understand? Important, ആണ്. പക്ഷെ ചോദിക്കാമോ? എനിക്ക് വേണ്ട, ഞാൻ നിരാശയുടെ പടുകുഴി കിടക്കുക. ഞാൻ അറിയാമോ, നിങ്ങൾ എന്നെ പറഞ്ഞെടുത്തില്ല. ഞാൻ എന്താഗ്രഹം ചെയ്തിട്ടുള്ളൂ ഒന്നറിയോ? നിങ്ങൾ താമസിക്കണം. പിന്നെ എനിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും? I will never be in the depth of despair, so I can't say a responded Mangala. ഞങ്ങൾ നിന്നെ ഒരിക്കലും നിരാശയിലേക്ക് ആഴ്ത്തിയില്ലല്ലോ. പിന്നെ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. When did you ever to imagine you were in the depth of despair? നിനക്ക് നിരാശയിലാണെന്ന് നീ ചിന്തിക്കുന്നത് കൊണ്ടാണ്. No, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. Then I don't think you can understand what it is like. It is a very uncomfortable feeling in you. When you try to eat, a number comes right up in your throat and you can't swallow anything, but it never was a chocolate or cream. I had one chocolate cream and 2 years ago and it was simply delicious. I have often dreamed since then I had a lot of chocolate caramels. But I always think of this way, I am going to eat them. I do hope you won't be offended because I can't eat. Everything is extremely nice, but still I cannot. അവൾ അവരോട് പറയാണ്, നിങ്ങളൊന്ന് ഓർത്തേ, ഞാൻ എങ്ങനെ കഴിക്കും, എനിക്ക് എങ്ങനെ നിരാശയിലായിരിക്കും. ഞാൻ ഇപ്പം വെച്ചതുപോലത്തെ ഈ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം കണ്ടിട്ട് 2 വർഷം. ഇപ്പം എനിക്കത് സന്തോഷം. പക്ഷെ എൻ്റെ തൊണ്ടയിൽ ഒരു മുഴ വന്നിട്ട് എനിക്ക് താഴോട്ടിറങ്ങുന്നത്. കാരണം എങ്ങനെയെങ്കിലും പറഞ്ഞിട്ടും അങ്ങനെ ഒരു ദുഃഖത്തിന്റെ നിരാശാവസ്ഥയിൽ എനിക്ക് ആസ്വാദനത്തോടുകൂടി ഈ ചോക്ലേറ്റ് കഴിക്കാനായിട്ട് പറ്റുമോ? നിങ്ങളൊന്ന് പറ, എന്നെ കൊണ്ട് സാധിക്കുമോ? ഞാൻ എന്ത് ആഗ്രഹിച്ചാണ് ഇവിടെ വന്നതെന്നറിയാമോ? ഐ ഡസ് ഷീ റൈറ്റ്. ഇപ്പൊ മാറ്റി എന്റെ പെങ്ങളോട് പറഞ്ഞു, ഇനി ഞാൻ വിളിച്ചു അവളെ പരിശ്രമിക്കില്ല, നമുക്ക് എങ്ങനെ ഇവിടെ നിൽക്കണം, നമുക്ക് പോകാൻ താല്പര്യമില്ല. Who has spoken since its return from the bar? Best put up her bed. മാറില്ല. ശരി, നീ കഴിക്കുന്നില്ല, വേണ്ട, നമുക്ക് ഉറങ്ങാനായിട്ട് പോകാറുണ്ട്. മാറില്ല കാര്യം വാട്സിംഗ് വേറെ ഐ to put the bed. She had prepared a couch in the kitchen chamber for the desired and expected work. But all it was clear and clean, neat and I did not see quite the thing to put a bed there somehow. But the spare room was out of the question for such a straining, so there remained to be the east cabin. അപ്പോൾ ഒരു ആട്ടി വരുന്ന വിചാരിച്ച് കിച്ചണിൻ്റെ അവിടെ ഒരു ചെറിയ മുറിയുണ്ട്, അതൊക്കെ റെഡിയാക്കി ഇരിക്കുമല്ലോ. അതവൻ ഇവിടെ സ്ഥിരം താമസിക്കാൻ പറഞ്ഞു വാങ്ങിന് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ വന്നിരുന്ന ഒരു പെൺകുട്ടിയാണ്, അവിടെ കൊണ്ടുപോയി കിച്ചണിൻ്റെ അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ പോയി ഇതുപോലെ അകലിലൊന്നും താമസിക്കാൻ ഒരു സ്പെയർ റൂം ഉള്ളത്. ഇത് യൂറോപ്യൻ നാടാണ്, അവിടുത്തെ വീടുകളിലെല്ലാം മേൽക്കൂടി ഇങ്ങനെയാണ്. കാരണം ഐസ് രാത്രി വീഴും, ഐസ് താഴെ പോയി ഇത്രയും മേൽക്കൂടില്ല. അപ്പം ഇതായിരിക്കും ഫസ്റ്റ് ആദ്യത്തെ നിലയിൽ വരും. അന്നേരം ഈ വാതിൽ ഇവിടെ 2 റൂമുകൾ, ഇതായിരിക്കും കിച്ചൺ, ഇതൊരു ലിവിംഗ് റൂമാണ്. അവിടെ നിന്ന് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റെപ്പ് വീണെങ്കിൽ ചെന്ന് ഞാൻ അടുത്ത നിലയിൽ. ഇവിടെ 3 മുറികൾ എല്ലാം ഇവിടെ ബാത്റൂം ഇല്ല. ബാത്റൂം ഇങ്ങനെ ഈ ലിവിംഗ് റൂമിൽ ചേർത്ത് മനസ്സിലായി. ഇവിടെ 3 മുറികൾ, അത് ഇവിടെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിൽ ഇവിടെ 1 മുറി, ഇത് റൂം. ഇതാണ് മേൽക്കൂരയുടെ ഇങ്ങനെ, ഇതാണ് ഈ റൂം. ഇതാണ് ട്രയാങ്കിൾ റൂം. ഇവിടെയാണ് കമ്പ്യൂട്ടർ റൂം. ആരെങ്കിലും ടെസ്റ്റിലാക്കാൻ എല്ലാ വീടും എല്ലാ വീടും ഞാൻ വീട്ടിലുള്ള വീടുകൾ താമസിച്ചത് നല്ല പരിചയം. അപ്പൊ ഇങ്ങനെയാണ് വീടുകൾ, എല്ലാ വീടും 3 നിലയിലാണ്. അപ്പൊ മനസ്സിലായത്. അപ്പൊ ഇതുപോലത്തെ ഈ നിലയിൽ ഇതാണ് ഗസ്റ്റ് റൂം. ഇവിടെയാണ് കമ്പ്യൂട്ടർ. ഞാൻ പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഗസ്റ്റ് റൂമിൽ താമസിച്ചിട്ടുണ്ട്. പല വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടെ കമ്പ്യൂട്ടർ നോക്കുകയും അതുപോലെ അവിടെ സാധ്യതകളൊക്കെ സൂക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥലം. ഒറ്റ നിലയിൽ, പക്ഷെ ഈ പൊക്കത്തോടെ ഇവിടെ മാത്രമല്ല, കൂലിയുടെ പൊക്കത്തോടെ. കാരണം മേൽക്കൂരയാണ്, മേൽക്കൂരി ഇത്രയും മേൽക്കൂരി നീളമാണ്. കാരണം ഐസ് വരുമ്പോൾ
വീട് താഴെ തുടങ്ങുന്നുണ്ട് പഠിപ്പിച്ചിരുന്ന ഇതാണ് സംഭവം. ഓക്കെ, അപ്പം ഇതാണ് സ്പ്രേ റൂം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അവിടെ കൂടി താമസിപ്പിക്കാൻ വേണ്ടി കിടക്കാനും കൊണ്ട് മാറില്ല. ലൈറ്റ് ക്യാൻഡിൽ ആൻഡ് told Annie to follow her, which Annie spiritlessly did, taking her hat and tops back from the hay table as she passed her. The ball was fearsomely clean the little garbage bin. അതായത് അവിടെ രാത്രി 3 സ്റ്റാൻഡിൽ എത്തിയാവുന്നു. സ്റ്റാൻഡിൽ 3 കഴിഞ്ഞു രാത്രി ലൈറ്റ് കിടക്കുക. അല്ലെങ്കിൽ അവരുടെ മേൽക്കൂരയിൽ ഇങ്ങനെ ഇതുണ്ട്, ഈ പേപ്പർ ഒട്ടിച്ചുണ്ട്. ഈ പേപ്പറുകൾ നക്ഷത്രങ്ങളും അതുപോലെ ഭിത്തികളെല്ലാം ഉണ്ടാകും രാത്രി. അപ്പം നമുക്ക് രാത്രി ഇരിക്കാൻ കാണാം. അങ്ങനെയാണ് ശരിക്കും. അതായത് നമ്മുടെ ലൈറ്റ് പേപ്പർ നല്ല ഭംഗിയായിരിക്കണം. Marla set the candle in the three-legged, three-cornered table. I suppose you have a nylon. India nylon എന്ന് തോന്നുന്നു. The matter of the silent made them for me. They are fairly skinny. തീരെ ചെറുതാണ്. എനിക്ക് ഇഷ്ടമില്ല. നമ്മുടെ സൈഡിൽ ചെറിയതാണ്. എനിക്ക് ഇഷ്ടമില്ല. രാത്രി നീണ്ട ഒരു പണ്ടൊക്കെയുള്ള at least in a poor silent like ours. I hate skinny dress. എനിക്ക് ഇഷ്ടമില്ല. The frills around the neck. That is all consideration. Well dressed as quick as you can go today. I will come back in a few minutes. മാറില്ല നീ വെട്ടിക്കട്ടെ, ഞാൻ പോകുന്നില്ല. കാരണം രാത്രി തന്നു അതുകൊണ്ട് രാത്രി അവിടെ വീടുകളൊക്കെ കലത്തേക്ക് എത്തി. വീട്ടിൽ താഴത്തെ നിലയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടില്ല. അതിന് കലത്തിരിക്കില്ല. ഇത് റൂം ഹീറ്ററുണ്ട്. പക്ഷെ രാത്രി ഉറങ്ങുന്ന റൂം ഹീറ്റർ ഉപയോഗിക്കാത്തതാണ്. രാവിലെ എടുക്കുമ്പോൾ മൈനോസിണ്ടാവും. അപ്പം റൂം ഹീറ്റർ ചിലർ ഉപയോഗിക്കും. അപ്പം ഇതാണ് ഞാൻ വരച്ചിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റോപ്പ് കണ്ടിന്യൂ നെക്സ്റ്റ്. ഓക്കെ.